ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്യുതൻ വന്ന് മീനാക്ഷിയുടെ ഓഫീസിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുവാണ്. കാരണം അവിടെ യൂണിറ്റ് ഇടിച്ചു മാറ്റുമെന്നും പറഞ്ഞിട്ടാണ് ഒരു ലെറ്റർ വരുന്നത് മീനാക്ഷിയുടെ അടുത്തുനിന്ന്. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് വരുവാണ് കേട്ടോ. എന്നിട്ട് വന്നുകൊണ്ട് ചാടി കയറി മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് എന്ത് അവകാശമാടി ഉള്ളത്? ഇവിടെ ഇരുന്നും കൊണ്ട് നീ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ കെട്ടിടം ഇടിച്ചു മാറ്റുമോ? ഇടി പൊടിയൊന്നും എന്നെ വിളിച്ചേക്കരുത്, മാഡം അല്ലെങ്കിൽ എൻ്റെ പേര്, ഇതിൽ രണ്ടും ഏതെങ്കിലും മാത്രം വിളിച്ചാൽ മതി. അങ്ങനെ എടി പൊടി നിന്നൊന്നും നിങ്ങൾക്ക് വിളിക്കാനുള്ള അവകാശമില്ല എന്ന് മീനാക്ഷിയും തിരിച്ച് പറയാൻ കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എടി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കട്ട പോലും നിനക്ക് അനക്കാൻ പറ്റില്ല, പിന്നേലൊരു കെട്ടിടം. അപ്പോൾ തിരിച്ച് മീനാക്ഷിയും പറയുന്നുണ്ട്, അനധികൃതമായിട്ട് കെട്ടിപ്പടുത്തതാണ് നിങ്ങളത്. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കൃഷിഭൂമിയാണ്. അതിൽ നിന്ന് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ സ്ഥലത്ത് ഫാക്ടറി തുടങ്ങാമെന്ന് വെച്ചാൽ നടത്തി തരുന്ന കാര്യമാണോ? ഞാനതിന് സമ്മതിക്കത്തില്ല. അതിന് ലൈസൻസ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് മാത്രം എന്താടി കുഴപ്പം? മന്ത്രിമാർക്ക് ഒരു കുഴപ്പമില്ല, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും ഒരു കുഴപ്പമില്ല. നീ എന്തിനാടി വലിയ ആൾ കളിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് കളിക്കുന്നു, എങ്ങനെ കളിക്കുന്നു നിങ്ങൾ അറിയണ്ട. എല്ലാ രേഖകളും നിങ്ങളിവിടെ ഹാജരാക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഇടിച്ച് പൊളിക്കുക ചെയ്യും. പിന്നെ ഒരു കട്ടയല്ല, ആ കെട്ടിടം മുഴുവനായിട്ട് ഞാൻ ഇടിച്ചു തള്ളും. മീനാക്ഷിയോട് ആ കളി. അപ്പോൾ പെട്ടെന്ന് തന്നെ അച്യുതന് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. അച്യുതനാണെങ്കിൽ നോക്കുമ്പോൾ വക്കീലാണ് വിളിക്കുന്നത്. ഹലോ വക്കീലേ, ഞാൻ നിങ്ങളെ പിന്നെ വിളിച്ചോളാം. ഞാനൊരു അത്യാവശ്യ സ്ഥലത്ത് ഒരു അത്യാവശ്യ കാര്യത്തിൽ നിൽക്കുക. എന്താ കാര്യം? അത് ശരി, അങ്ങനെയാണോ? സമാധാനമായി. ശരി, നമുക്കിതൊന്ന് ആഘോഷിക്കണമല്ലോ എന്നും പറഞ്ഞ് ഫോൺ വെച്ചിട്ട് വലിയ കാര്യത്തിൽ മീനാക്ഷിയുടെ മുമ്പിൽ ആ കസേരയൊക്കെ വലിച്ചിട്ട് കയറി അങ്ങോട്ട് ഇരുന്നിട്ട് ഹഹ എന്ന് പറഞ്ഞു രണ്ട് ചിരി അങ്ങോട്ട് ചിരിക്കാട്ടോ. മീനാക്ഷിക്ക് ആദ്യം കാര്യം പിടിയിട്ടില്ല. അപ്പോഴാണ് അച്യുതൻ അങ്ങോട്ട് പറയുന്നുണ്ട്, നീ ഇപ്പം എന്താ മാഡം? ഹലോ മാഡം അല്ലേ? എന്താ പറഞ്ഞത്? അവിടെ അങ്ങ് ഇടിച്ച് നിരത്തുന്നല്ലേ? പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, അവിടെ നീ ഇടിച്ച് നിരത്തത്തുമില്ല, ഞാനവിടെ അത് കെട്ടിടം പണിത് ഉയർത്തുകയും ചെയ്യും. അതെ, ഇപ്പം എന്നെ വിളിച്ചത് ആരാന്നറിയോ? കോടതിയിൽ നിന്ന് വക്കീലാണ്. ഇപ്പം നീ കൊടുത്തിരിക്കുന്ന ഈ ഒരു പരാതിക്ക് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഇടിച്ച് നിരത്താനാ ഒന്നിനും പറ്റത്തില്ല. ഇനി സ്റ്റേ തന്ന സ്ഥിതിക്ക് ബാക്കി എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ അവിടെ അങ്ങ് ഇരിക്കാട്ടോ, കാലുമേ കാലൊക്കെ ഇട്ട്. മീനാക്ഷി വിട്ടുകൊടുക്കും. മീനാക്ഷി പറയുന്നുണ്ട്, സ്റ്റേ തന്നിട്ടുണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക് നിങ്ങൾക്കൊരു സമാധാനമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, അതിൻ്റെ അവകാശം സ്റ്റേ തന്നിട്ടുണ്ടെങ്കിലേ അവിടെയുള്ള പുനർപണിയും നിർത്തിവെക്കണം, എല്ലാം നിർത്തിവെക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നൊരു കാര്യം, ഇതിന് ബദലായിട്ട് കേസ് പോകാനും ഞാൻ തയ്യാറാണ്. ഞങ്ങളതിന് ബദലായിട്ട് തിരിച്ചാ സ്റ്റേ മാറ്റി പുതിയ ഒരു കാര്യത്തിന് വേണ്ടി അന്വേഷണത്തിനും ഒക്കെയായിട്ട് ഞങ്ങൾ കേസ് കൊടുക്കും. നമുക്ക് നോക്കാം. പിന്നെ നിങ്ങളീ വിചാരിക്കുന്നത് പോലെ ഈ കൃഷിഭൂമിയെല്ലാം കൈക്കലാക്കി വെച്ചിട്ട് അവിടെ ഒരു വലിയ കെട്ടിടം പണിതെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് കുറേ മന്ത്രിമാരെ ചാക്കിലാക്കിയെന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അതിലൊന്നും വിട്ടുതരുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് സൂഹിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ശരിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനം അച്യുതൻ നാണം കിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടി വരുന്നുണ്ട്. മീനാക്ഷിക്കാണെങ്കിൽ ദേഷ്യം, ഒന്നാമത് ഇവന്മാരുടെ സ്വഭാവം തല്ലു, എപ്പോഴും ദൈവമംഗലത്തിട്ട് പ്രശ്നം. പിന്നെ ഇപ്പം കാട്ടി കൂട്ടിയതെല്ലാം വലിയ കാര്യങ്ങളാണല്ലോ. മീനാക്ഷി വിട്ടു കൊടുക്കുമോ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആനന്ദ് കള്ളൊക്കെ കുടിച്ച് ഒരു ബോധാവസ്ഥയിൽ ഇങ്ങനെ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ഉദയഭാനു ഓടിച്ചെല്ലാട്ടോ മോനേന്ന് വിളിച്ചും കൊണ്ട്, ഇതാര്? എൻ്റെ അമ്മായി അച്ഛനോ? അല്ല, നിങ്ങളിവിടേക്ക് ഉണ്ടോ? നിങ്ങൾ ആഫ്രിക്കയിലോ മൗറീഷ്യസിലോ എവിടേക്ക് പോയി എന്നാണല്ലോ അറിഞ്ഞത്. മോനെ എന്നെ കളിയാക്കല്ലേന്നാ. നിങ്ങളെ ഞാൻ ഇതല്ല ഇതിനപ്പുറവും പറയും. ഞാൻ വന്നത് വേറൊന്നിനുമല്ല മോനെ. നീ ദേവിയുടെ ദേഷ്യമൊന്നും കാണിക്കരുത്. ഇപ്പം ഈ സംഭവിച്ചതെല്ലാം അവൾ അറിഞ്ഞുകൊണ്ടല്ല, ഇതൊക്കെ വിധിയാണ്. വിധിയോ? മാറങ്ങോട്ട്, തൊട്ടു പോകരുത് എൻ്റെ ദേഹത്ത്. അവൾ ഒറ്റയൊരുത്തിയ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്, മനഃപൂർവ്വമാണ് ചെയ്തത്. അത് പോവാൻ തന്നെ കാരണക്കാരി അവൾ ഒറ്റയൊരുത്തിയാണ്. ഇതേ എന്തുകൊണ്ടാണെന്നറിയോ? ദൈവം തന്നെ വിചാരിച്ച് കാണും വേണ്ടാന്ന്. കാരണം അവളെ ഒരു വിഷവിത്താണല്ലോ. അതെന്തുകൊണ്ടെന്നറിയോ? നിങ്ങളെപ്പോലെ കള്ളവും ചതിയും വഞ്ചനയൊക്കെ കൊണ്ടു നടന്ന നിങ്ങളുടെ മകളല്ലേ, ആ മകളുടെ വയറ്റിലുണ്ടാവുന്ന കൊച്ചിനും ചിലപ്പം അങ്ങനെ തന്നെ സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈശ്വരൻ വേണ്ടാന്ന് വിചാരിച്ചത്. പക്ഷേ നഷ്ടപ്പെട്ടത് എനിക്കാണ്. അവളെ ഞാൻ 2-3 ദിവസത്തിനകം നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ട് ഇട്ടേരുമെന്ന് പറയാട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ ഉദയഭാനു കരയാണ് കേട്ടോ. മോനെ അങ്ങനെയൊന്നും ചെയ്യല്ലേ. നീ അവളെ ഉപേക്ഷിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവൻ പോലും ഇല്ലാതാക്കി കളയും. എൻ്റെ പൊന്നുമോള് ആണ് അവൾക്ക് നീ എന്ന് പറഞ്ഞ ജീവനാ. അയ്യോ, നിങ്ങളുടെ പൂങ്കണ്ണീരും കള്ളക്കണ്ണീരും ഒന്നും എൻ്റെ അടുത്തിട്ട് വരല്ലേ. ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ്. ഇനി എന്നെ വിശ്വസിപ്പിക്കാൻ ആരും നോക്കണ്ട. അവളെപ്പോലെ ഒരുത്തി ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട. അവൾ താമസിയാതെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ മോള് വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ ആനന്ദ്. അപ്പോഴാണ് പെട്ടെന്ന് വല്ലാത്തൊരു സ്മെല്ലടിക്കുന്നുണ്ട് നമ്മളാ ഉദയഭാനുവിന്. മൂക്കൊക്കെ ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ. ഉടനെ
ആനന്ദ് പറയാം, അതെ ഞാൻ കുടിച്ചിട്ടുണ്ട്, കുടിക്കും, ഇനിയും കുടിക്കും, കുടിച്ച് തീരും, അവളെ ഇവിടുന്ന് അടിച്ചിറക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആനന്ദ് പറഞ്ഞു. പക്ഷേ നമ്മുടെ ബുദ്ധിമാൻ എന്ത് പറഞ്ഞിട്ടോ ആനന്ദ് കേൾക്കാൻ കൂട്ടാക്കാതെ ബൈക്ക് കൊടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ ചൂടുള്ള ചർച്ചയിലാണ്. കാരണം ഹനിമോൾക്കൊരു വിവാഹാലോചനയും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ബാലൻ. അതിൻ്റെ ഫോട്ടോസെല്ലാം എല്ലാവരെയും കാണിക്കുകയാണ്. ഇതാണ് പയ്യൻ, നല്ല പയ്യനാ എന്നൊക്കെ. ബാങ്കിലാണ് ജോലി. അപ്പോൾ കണ്ടവരൊക്കെ പറയുന്നുണ്ട്, അതായത് ആകാശം ആര്യനും ഒക്കെ പറയാം, പയ്യന് ഇച്ചിരി പ്രായക്കൂടുതലുള്ളവർ തോന്നുന്നുണ്ടല്ലോ അച്ഛാന്ന്. അങ്ങനെയൊന്നുമില്ല, വലിയ പ്രായമൊന്നുമില്ല. പിന്നെ ഒരു ഇച്ചിരി പ്രായം കൂടിയിരിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്വത ഉണ്ടാവുമല്ലോ. അതൊക്കെ ശരിയാ. മീനാക്ഷിക്കാണെങ്കിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല കേട്ടോ, ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മീനാക്ഷി നീ കണ്ടായിരുന്നോ? അപ്പോൾ മിത്രയോട് പറയാം, മിത്രയെ അധികം വാങ്ങിച്ച് ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ മീനാക്ഷിക്ക് എത്ര ബോധിക്കണമെന്നില്ല കേട്ടോ. അപ്പം തന്നെ മീനാക്ഷി പറഞ്ഞു, അച്ഛാ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അവൾ പഠിക്കുകയല്ലേ, പഠിക്കുന്ന കുട്ടിയെ പിടിച്ച് ഇപ്പോൾ കല്യാണം കഴിപ്പിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ധർമ്മനും അത് ഏറ്റുപിടിക്കുക കേട്ടോ. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, അത് ശരിയാണ് മീനാക്ഷി പറഞ്ഞത്, ഇപ്പോൾ അവൾ പഠിക്കട്ടെ, പഠിച്ച് മിടിക്കായി നല്ലൊരു ജോലിയൊക്കെ കിട്ടട്ടെ അളിയ, എന്നിട്ട് പോരെ, എന്തിനാണ് എടുപിടിയെന്നും പറഞ്ഞും കൊണ്ട്. അത് ശരി, നിങ്ങളെല്ലാവരും കൂടെ അവളുടെ കല്യാണത്തെ തടസ്സപ്പെടുത്താൻ നോക്കുകയല്ലേ. എനിക്കെൻ്റെ അഭിമാനമാണ് വലുത്, എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം, എൻ്റെ മറ്റുള്ള മക്കളുടെ ഭാവി ഒക്കെ നാണം കെട്ട് തല ഉയർത്തി നടക്കണ്ടേ നാട്ടിൽ. അവളെ ഇനിയും മറ്റവൻ്റെ കൂടെ പോവില്ല, മിണ്ടില്ലെന്ന് ആര് കണ്ടു എന്നിങ്ങനെ ബാലൻ പറയാട്ടോ. അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും വാക്ക് തന്നിട്ടുണ്ടോ അവൾ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്? ഇപ്പം മീനാക്ഷി പറയുന്നുണ്ട് അവൾ ഇനി പോവത്തില്ല, കാരണം മീനാക്ഷിക്ക് വാക്ക് കൊടുത്തതാണല്ലോ. എന്നാലും ബാലൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. ബാലൻ പറയാം, ഇനി അവളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അവളെ പഠിത്തോ കല്യാണം കഴിഞ്ഞാലും പഠിക്കുന്നവർക്ക് പഠിക്കാന്നുള്ളതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷേ ആകാശിനൊക്കെ നല്ല വിഷമമാവുന്നുണ്ട്. പെട്ടെന്ന് അനുമോളെ ഏറ്റവും ഇളയ കുട്ടിയല്ലേ, കുഞ്ഞല്ലേ അവൾ, പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്താണ് നമ്മുടെ ഈ ആനന്ദ് കള്ളും കുടിച്ച് ലക്കില്ലാതെ കയറി വരുവാണ്. വന്ന പാട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടല്ലോ റൂമിൽ. അത് ശരി. അപ്പോഴാണ് നമ്മുടെ ബാലൻ പറഞ്ഞ, മോനെ ഇത് കണ്ടോ, ഈ ഫോട്ടോ നീ നോക്കിയേ, നമ്മുടെ അനുമോൾക്ക് വേണ്ടിയിട്ട് ആലോചനയായിട്ട് കല്യാണാലോചനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ വാങ്ങിച്ച് നോക്കിയിട്ട് നമ്മൾ ആ ഫോട്ടോ നോക്കണില്ല കേട്ടോ. പെട്ടെന്ന് കൈയെടുത്ത് ഇങ്ങനെ കാണണ്ടെന്നുള്ള രീതിയിൽ വെച്ചിട്ട് ആനന്ദ് പറയാം, നിങ്ങളൊക്കെ എന്ത് ഭാവിച്ചായി കാണിക്കുന്നത്? അനുമോൾക്ക് കല്യാണോ? എന്തുദ്ദേശത്തില്ല നിങ്ങളിത് നടത്തുന്നത്? എന്താടാ, ഇതൊരു മരണം നടന്ന വീടാണെന്ന് നിങ്ങൾക്കറിയോ? മരണാനന്തര ചടങ്ങുകൾ പോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പേ കല്യാണോ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനോട് ഒരു സ്നേഹമില്ലായിരുന്നല്ലേ? എന്തൊക്കെയാണോ നീ പറയുന്നത്? എൻ്റെ കുഞ്ഞിനോട് എനിക്ക് മാത്രമേ സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞിൻ്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല, ജനിച്ചിട്ട് പോലും ഇല്ല ആ കുഞ്ഞ്. അത്രമാത്രം ഞാൻ അതിനെ സ്നേഹിച്ചതാ, എൻ്റെ പൊന്നു കുഞ്ഞായിട്ട്. പക്ഷേ അത് എന്നെ വിട്ട് പോയി. നിങ്ങൾക്കൊന്നും ഒരു സങ്കടവും ഇല്ലല്ലേ? പോയിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ, അതിനു മുമ്പേ വിവാഹാലോചന നടത്തി സന്തോഷപൂർവ്വം നിങ്ങളങ്ങ് ആഘോഷിക്കുകയല്ലേ? ദേ ആനന്ദേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നടന്നാൽ എങ്ങനെയാവുമെന്ന് ഗോമതി. അങ്ങനെ പെട്ടെന്ന് ധർമ്മനും ആകാശവും ആരെയൊക്കെ അടുത്ത് വന്നിട്ട്, ആനന്ദേട്ടാ എന്താ ഈ പറയണത്? ആനന്ദേട്ടൊന്ന് സമാധാനപ്പെട്. അല്ല, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കുഞ്ഞിനോട് സ്നേഹമില്ലല്ലേ? സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എടുപടിയെന്ന് ഇങ്ങനെയൊക്കെ സന്തോഷ വാർത്തകൾ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുമോ? എടാ അങ്ങനെയല്ല. അപ്പം ധർമ്മം ഓടി വന്ന് പറയാം കേട്ടോ, ഇപ്പം അവളുടെ വിവാഹം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ മറ്റവൻ അടങ്ങിയിരിക്കില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാണ്. ആരെ കാര്യമാണ് മാമൻ പറയുന്നത്? അത് പെട്ടെന്ന് തന്നെ ബാലൻ, ധർമ്മ മിണ്ടാതിരിക്കുക. അപ്പോൾ ധർമ്മനത് പറയാൻ പറ്റില്ല കേട്ടോ, അലോകാണ് കാരണമെന്ന് നമ്മുടെ ആനന്ദ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പം വീണ്ടും പെട്ടെന്ന്, അല്ലടാ ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് പതിയെ അങ്ങ് പ്ലേറ്റ് മാറ്റുവാണ് കേട്ടോ ധർമ്മൻ. എന്നിട്ട് പറയണ്ട, അതെ നീ ഒരു കാര്യം ചെയ്യ്, നീ അകത്തേക്ക് ചെല്ല്. അങ്ങനെ അവിടെ നിന്ന് നേരെ അകത്തേക്ക് കയറി വരുവാനുണ്ടൊരു ആനന്ദ്. അപ്പോഴാണ് ദേവി അവിടെ കിടക്കുന്നത് കേട്ടോ. ഇതാരിവിടെ കിടക്കുന്നത്? നീയോ? എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് നീ സുഖിച്ചിവിടെ കിടക്കല്ലേ, എന്നിട്ട് എനിക്ക് സമാധാനവും ഇല്ല. നീ കൊള്ളാലോടി, നീ അത് എല്ലാം കൂടെ ഒത്തൊരുമയായിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് സുഖമായിട്ട് കിടക്കല്ലേ. കാര്യങ്ങൾ പ്ലാൻ ചെയ്തെന്നോ? എന്തൊക്കെയാണ് ചേട്ടാ ഈ പറയുന്നത്? നിൻ്റെ അടവൊന്നും നീ എന്നോട് എടുക്കല്ലടി, പേരും കള്ളി ഫ്രോഡേ. നിൻ്റെ അച്ഛനെ നീ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നല്ലേ? ദുഷ്ടൈ, അയാൾ വന്ന് എൻ്റെ കാല് പിടിക്കാൻ പോയിരിക്കുന്നു. അപ്പോഴാണ് ദേവിക്ക് ഏകദേശമൊക്കെ കാര്യം മനസ്സിലായി. ദേവി പറയാം, ആനന്ദേട്ടാ അച്ഛനാണെന്നുള്ളൊരു സ്നേഹം, എന്തായാലും എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ്. പക്ഷേ എനിക്ക് അച്ഛനോട് ബഹുമാനം ഇല്ലാതെ പെരുമാറാൻ പറ്റില്ല. ആനന്ദേട്ടാ ഇങ്ങനെ സംസാരിക്കരുത്, എൻ്റെ അച്ഛനാണെന്നുള്ളൊരിത് വേണം. നിൻ്റെ അച്ഛൻ, നീ എന്ത് പാടി കാണിക്കുന്നത്? അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നല്ലേ? ഞാൻ സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ആനന്ദേട്ടാ, ഞാൻ അറിയാതെ അച്ഛൻ വന്നിരിക്കുന്നത്. നീ അറിയാതെ എങ്ങനെയാടി വരുന്നത്? നിൻ്റെ
നിൻ്റെ അച്ഛന് വേണ്ടി നീ ന്യായം പറയുന്നോ? ആ ഫ്രോഡിന് വേണ്ടി ന്യായം പറയാൻ വന്നിരിക്കുന്നു. ഒരൊറ്റൊരെണ്ണം അടി അങ്ങോട്ട് പറ്റിച്ചെന്നാണെന്നുണ്ടെന്ന് പറഞ്ഞാൽ അടിക്കാനായിട്ട് കയ്യോ അങ്ങനെ കേട്ടോ. പെട്ടെന്ന് മീനാക്ഷിയും ഇത്രയും കൂടെ ഓടി വരുവാണ്. ആ മുറിക്കകത്ത് കയറി വരുന്ന സമയത്താണ് ഇത് കാണുന്നത്. ആനന്ദേട്ടാന്ന് ഒരു വിളി അങ്ങോട്ട് മീനാക്ഷി വിളിക്കുകയാണ്. പെട്ടെന്ന് ആനന്ദിൻ്റെ കൈ അങ്ങ് താന്ന നാണം കെട്ട് പോവാട്ടോ. എന്തിനാ ഏട്ടത്തി അടിക്കുന്നത്? എന്താ ഇവിടെ കാര്യം? എന്താ പ്രശ്നം? പെട്ടെന്ന് ദേവി പറയുന്നുണ്ട്, അയ്യോ ഒന്നുമില്ല മോളെ, ഇവിടെ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണോ ഏട്ടത്തി ഞാനിത് കണ്ടത്? ഏട്ടൻ അടിക്കാനല്ലേ കൈ ഓങ്ങിയത്? അല്ലല്ല, അത് വേറൊന്നുമല്ല. ആനന്ദേട്ടൻ്റെ കയ്യിലെ മുട്ടിൻ്റെ ഭാഗത്തെ എന്തോ പറ്റിയിട്ടുണ്ട്. അതൊന്ന് ശരിയാക്കി കൊടുക്കാൻ, തടവി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൈ ഇങ്ങനെ പൊക്കി കാണിച്ചത്, അല്ലാണ്ട് എന്നെ അടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ആണോ ആനന്ദേട്ടാ? അതെ എന്നും പറഞ്ഞ് ആനന്ദ് പുറത്തേക്ക് ഒറ്റ പോക്ക്. പക്ഷേ ദേവിയുടെ മുഖം കണ്ടപ്പോഴത്തേക്കിന് മീനാക്ഷി പറയാ, ദേ ഏട്ടത്തി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ വഴക്കോ ഉണ്ടോ? ഒന്നുമില്ല. ഇതിനിടയ്ക്ക് ദേവിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞുപോയി. മിത്ര ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒന്നുമില്ലാന്നൊന്നും പറയണ്ട. ഒന്നുമില്ലാത്തൊരു കാര്യത്തിന് ദേവിയെടുത്ത് എന്തിനാ കരയുന്നത്? കണ്ണ് നിറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക്ക് പിന്നെ ഉത്തരം ഇല്ലാണ്ടായി കേട്ടോ. ആകെ നിസ്സഹായ അവസ്ഥയിൽ തളർന്ന് നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വേണ്ടി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്